വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓ കാരുണ്യവാനായ ദൈവമേ, മനോഹരമായ ഈ പ്രഭാതത്തിലേക്ക് ഞങ്ങളെ വിളിച്ചുണർത്തിയ നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ പ്രഭാതത്തിൽ ഇതാ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ മുൻപിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 61 വചനം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഓ കർത്താവേ, ശക്തമായ ഒരു അഭിഷേകം ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല മക്കളിലേക്കും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയൊഴുകട്ടെ കർത്താവേ, ദൈവശക്തി വ്യാപരിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഞങ്ങൾക്കിടയിൽ സംഭവിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവശക്തി ഒഴുകട്ടെ യേശു. കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങളുടെ കുടുംബത്തിൽ മുഴുവൻ നിറയട്ടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയം മക്കളിതാ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി ഹൃദയങ്ങളിലേക്ക് ഒഴുകട്ടെ, ദുരിതങ്ങളും ദുഃഖങ്ങളും വിട്ടുമാറട്ടെ, പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ കരുണ ഞങ്ങളിലേക്കെല്ലാം ഒഴുകിയിറങ്ങട്ടെ. യേശുവേ, മക്കളിതാ നിൻ്റെ മുൻപിൽ കരങ്ങൾ കൂപ്പി നിൽക്കുകയാണ്. അവിടുത്തെ ആത്മാവിൻ്റെ നിറവിനായിട്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവേ, ഇന്നിൻ്റെ ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് ഈ പ്രഭാതത്തിൽ ആത്മാവ് കൊണ്ട് നിറയുന്നതിനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവസ്നേഹം നിറയ്ക്കണേ. എല്ലാ ഭാരങ്ങളും സമർപ്പിക്കുന്ന കർത്താവേ, ഈ മക്കളുടെ എല്ലാ വേദനകളും സമർപ്പിക്കുന്നു. ദുരിതങ്ങളും ആകുലതകളും ഭാരങ്ങളും തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല, സ്വർഗത്തിൽ അങ്ങല്ലാതെ ഞങ്ങൾക്കാരുമില്ല, ഭൂമിയിലും അങ്ങയല്ലാതെ ആരെയും ഞങ്ങൾ തേടുന്നില്ല ഈശോ. കർത്താവേ, സമയം ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന അവസ്ഥകളെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ദൗർബല്യങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഞങ്ങളുടെ ബലവും ബലഹീനതകളും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാമല്ലോ. ഞങ്ങൾ വെറും കളിമണ്ണാണെന്ന് ഏറ്റു പറയുന്നു. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവേ, ശ്രേഷ്ഠമോ ഹീനമോ ആയ കളിമൺ പാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുക്കണമേ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കുവാനുള്ള അർഹതയില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നാഥ. അങ്ങേ തിരുസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി മക്കളിതാ പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങല്ലാതെ മറ്റാരാണ് ഈശോ ഞങ്ങൾക്ക് ആശ്രയമായുള്ളത്? അങ്ങയിലല്ലാതെ മറ്റാരിലാണ് ഈശോ ഞങ്ങൾ ആശ്രയിക്കേണ്ടത്? കർത്താവേ,
കൂടെയുണ്ടായിരിക്കണമേ. ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുവാനായി ഈ സമയം നീ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരണമേ. സർവശക്തനായ കർത്താവേ, ഒരു ജനം മുഴുവൻ നിലവിളിച്ചപ്പോൾ അടിമത്തത്തിൻ്റെ മണ്ണിലേക്ക് അങ്ങ് ഇറങ്ങി വന്നതുപോലെ കണ്ണുനീരിൽ, ഭാരങ്ങളിൽ, രോഗത്തിൽ, കഷ്ടതയിൽ, പൈശാചിക ബന്ധനങ്ങളിലൊക്കെ തകർക്കപ്പെട്ട് കിടക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ഈ പ്രാർത്ഥനയുടെ സമയം അങ്ങ് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. റോമാലേഖനം 8:31 കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? എല്ലാ വേദനകളെയും കർത്താവേ, ഇതാ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ, മനസ്സ് നീറി പ്രാർത്ഥിക്കുന്ന മക്കളാണ് ഇവർ ഓരോരുത്തരും. എന്ത് വേദനയാണോ ഇന്നിവരെ അലട്ടുന്നത്, കർത്താവ് ഈ പ്രഭാതത്തിൽ നീ അത് എടുത്തു മാറ്റണം. അടിയൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശോ. ഇവരുടെ മനസ്സിൻ്റെ ആകുലതകൾ, അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, നീറുന്ന നൊമ്പരങ്ങളെല്ലാം ഈശോ നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടട്ടെ. നിൻ്റെ സ്നേഹം കൊണ്ട് ഈ മക്കളെല്ലാവരും നിറയ്ക്കണേ ഈശോ. നിൻ്റെ കരുണ ഈ മക്കളുടെ എല്ലാ കുടുംബത്തിലേക്ക്, ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ ഈശോ. ഇന്നത്തെ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈശോ നിൻ്റെ പൊൻകരം നീട്ടി നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗത്തിൻ്റെ മേലെ ഈശോ നീ ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീണ്ട നാളായി ഇവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നിയോഗത്തിൻ്റെ മേലെ ഈശോ ഈ പ്രഭാതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്കായി പുതിയ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. മനുഷ്യർക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളുടെ മേലെ കർത്താവെ നിൻ്റെ കരം പ്രവർത്തിക്കട്ടെ ഈശോ. സ്വർഗം തുറന്ന് മക്കളുടെ ഇടയിലേക്ക് നീ ഇറങ്ങി വരണം പ്രാർത്ഥിക്കുന്നു ഈശോ. ഞങ്ങളെ അനുഗ്രഹിക്കണം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അമ്മേ പ്രഭാതത്തിൽ ഈശോയോട് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളുടെ സഹായവും സാന്നിധ്യവും ഞങ്ങൾക്ക് കൂട്ടും കോട്ടയും സംരക്ഷണവുമായി മാറട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.